12 വർഷങ്ങളോളം അറ്റകുറ്റപ്പണികൾ പോലുമില്ലാതെ കുഴികൾ നിറഞ്ഞു കിടന്നിരുന്ന ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചിറക്കൽ കൊറ്റങ്കോട് റോഡ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഡീഷണൽ ഇറിഗേഷൻ വകുപ്പ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട റോഡായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് പോലും പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫണ്ടുകൾ ലഭിക്കാത്ത സാങ്കേതിക പ്രശ്നങ്ങൾ വർഷങ്ങളായി നിലനിന്നിരുന്നു. റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ജനകീയ സമരസമിതിയും ജനപ്രതിനിധികളും ഇറിഗേഷൻ വകുപ്പുമായും മന്ത്രിയുടെ ഓഫീസുമായും പലതവണ ഇടപെട്ടിട്ടും ഫണ്ട് ലഭിച്ചിരുന്നില്ല. CC മുകുന്ദൻ MLA സർക്കാരിൽ നിന്നുള്ള പ്രത്യേക ഇടപെടലിലാണ് ആസ്തി വികസന ഫണ്ട് 30 ലക്ഷം ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചത്. പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ച് വേഗത്തിൽ തന്നെ ഇറിഗേഷൻ വകുപ്പ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചിറക്കൽ കൊറ്റങ്കോട് റോഡ് വികസന സമിതി ചെയർമാൻ PS നജീബ്, കൺവീനർ ഷാജി കളരിക്കൽ, വൈസ് ചെയർമാൻ ഗിരിജൻ പയനാട്ട് എന്നിവർ ചേർന്ന് MLAയെ ആദരിച്ചു. നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം ഒരു വാക്കുപോലും തെറ്റിക്കാതെ പരിപൂർണമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസന്തോഷമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ റോഡിന് ആദ്യം ആയിട്ടുള്ള പൈസ തരുന്നത് മുമ്പ് നമ്മുടെ പാലം അങ്ങനെ കടന്നു പോകണമെങ്കിൽ പൈസ അവിടെ കടന്നു പോകുന്ന കുഴിയും കുന്നൊക്കെ ആയിരുന്നു. അതൊരു പറയുന്നില്ല. അവിടെയും 15 ലക്ഷം കൊടുക്കേണ്ടായി. അപ്പോൾ 50 ലക്ഷം രൂപയുടെ അടുത്ത് സംഖ്യ നമ്മുടെ റോഡിന് മാത്രമായി നമ്മൾ സംഭാവന ലഭിക്കുകയാണ്. എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ എവിടെയൊക്കെ ജയിച്ചു വന്നാലും ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ. കാരണം ഇത് രാഷ്ട്രീയം നടത്താൻ പാടില്ല.